അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻസാൻ അതിൻ്റെ 15ഉം 16 രണ്ടായത്തുകൾ നമുക്ക് ഇന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വയുതാഫു അലൈഹിം ബിആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ വഅക്വാബിൻ കാനത്ത് ഖവാരീറ എന്ന് പറയുന്നത് 15ാമത്തെ ആയത്തും 16ാമത്തേതിൽ ഖവാരീറ മിൻ ഫിദ്ദത്തിൻ ഖദ്ദറുഅ തഖ്ദീറ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വർഗത്തിലെ ഡിസ്ക്രിപ്ഷനാണ് കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത്. യുതാഫ് എന്നല്ലെങ്കിൽ തവാഫ് എന്നല്ലെങ്കിൽ അറിയാലോ, നമുക്ക് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. ഈ അവരുടെ ഇടയിൽ ഇപ്പോൾ സ്വർഗവാസികളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. സ്വർഗവാസികളുടെ ഇടയിൽ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. ബി ആനിയത്തിൻ മിൻ ഫിദ്ദത്തിൻ, ഈ ഫിദ്ദ സിൽവറിൻ്റെ പാത്രങ്ങളും അക്വാബിൻ അതിൻ്റെ ഗ്ലാസ്സുകളും കപ്പുകളും. ഓക്കെ, ഈ സിൽവറിൻ്റെ പാത്രങ്ങളും അതിൻ്റെ കപ്പുകളും കപ്പുകളും ആയിട്ട് ഇവർക്കിടയിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആരെന്നുള്ളത് പിന്നീട് അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വർഗവാസികളെ പരിചരിക്കാനും അവർക്ക് ഭക്ഷണങ്ങളും പാനീയങ്ങളും എത്തിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അവരുടെ ഇടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ഈ വെസൽസ്, പാത്രങ്ങളും കപ്പുകളുമായിട്ട്. കാനത്ത് ഖവാരീറ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സിൽവർ എന്നാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷെ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്നത്, ക്രിസ്റ്റൽ ഖവാരീറ. പക്ഷേ ഈ അടുത്ത ആയത്തിലും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി ആ ഖവാരീർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഖവാരീറ മിൻ ഫിദ്ദത്തിൻ, സിൽവർ കൊണ്ട് ഉണ്ടാക്കിയ ക്രിസ്റ്റൽ എന്ന്. കാരണം ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ക്രിസ്റ്റൽ സിൽവർ കൊണ്ടല്ല ഉണ്ടാക്കുന്നത്. പക്ഷെ സ്വർഗം ഡിഫറെൻ്റ് ആണ്. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താ പറയുക, നമ്മളെ കണ്ണിനും നമ്മളെ ഒരു ഇന്ദ്രിയത്തിനും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ തരുന്നത്. പക്ഷേ ഇതുവരെ ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ നമ്മളെ ഈ ഒരു കോഗ്നിഷനും ഇതും വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നതാണ്. പക്ഷേ സൂറത്ത് സജ്ദയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ജസാഉം ബിമാ കാനൂ യഅമലൂൻ, അവർക്ക് അവിടെ അവരെ കൺകുളിർമുള്ള എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് പാരിതോഷികമായിട്ട്, പക്ഷെ അവർ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ അതിൻ്റെ എന്താ പറയുക, ഈ ദുനിയാവിൽ നമുക്ക് ഒരു ഡ്രൈവ് വേണം. ഒരു സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഒരു സംഭവം ചെയ്യണമെങ്കിൽ ഒരു ടാസ്ക് അല്ലെങ്കിൽ ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കാണ് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെയിലേക്കാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ പിന്നെ സ്വർഗത്തിലെ താമസം. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്ത് അങ്ങോട്ട് പോകാൻ അപ്പോൾ നമുക്ക് ലക്ഷ്യബോധമുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ ഭീകരമായ സംഭവങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തു വരുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പക്ഷേ അത് നമുക്ക് എന്താ പറയുക, നമുക്ക് സങ്കല്പിക്കുന്നതിലും അപ്പുറത്താണ്, ഭയാനകമാണ് അവിടുത്തെ ശിക്ഷ. അപ്പോൾ അത് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ചിലവർ സ്വർഗത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ദി വിൽ മോട്ടിവേറ്റഡ് ടു ഡു ദാറ്റ്, ദി വോണ്ട് ടു ഗെറ്റ് ദെയർ. ചിലവർക്ക് ഈ കുറച്ച് പേടിപ്പിച്ചാലേ കാരറ്റ് ആൻഡ് സ്റ്റിക്ക് എന്ന് പറയും പോലെ, ചിലർക്ക് ഈ പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈവ് വരുള്ളൂ. അപ്പോൾ അങ്ങനത്തെ നരകം പച്ചയായ യാഥാർത്ഥ്യമുണ്ട്, അതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ ഖുർആൻ ഈക്വലായിട്ട് നരകത്തെക്കുറിച്ചും പറയുന്നുണ്ട്, സ്വർഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു മോട്ടിവേഷന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൺസിസ്റ്റൻ്റായിട്ട് സബ്രോടുകൂടി പെർസിവിയർ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഖവാരീർ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്നത്. കാരണം ഈ ദുനിയാവിലെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. ക്രിസ്റ്റൽ എന്നല്ലെങ്കിൽ ഇത് സിലിക്ക പോലത്തെ മണ്ണ് കൊണ്ട് നമ്മളെ ഈ ഭൂമിയിൽ കിട്ടുന്ന ഇതെന്നാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവിടെ സിൽവർ കൊണ്ട് ഉണ്ടാക്കുന്ന പാത്രങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. സിൽവർ കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നുണ്ട് അടുത്ത ആയത്തിൽ. ഖവാരീറൻ മിൻ ഫിദ്ദത്തിൻ, ക്രിസ്റ്റൽ ക്ലിയർ മിൻ ഫിദ്ദത്തിൻ, സിൽവർ കൊണ്ട് ഉണ്ടാക്കിയ പാത്രമാണെങ്കിലും അത് ക്ലിയർ ആയിരിക്കും, ക്രിസ്റ്റൽ പോലെ ക്ലിയർ ആയിരിക്കും. എന്നിട്ട് ഖദ്ദറുഅ തഖ്ദീറ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇവർക്ക് പാനീയങ്ങൾ കൊടുക്കുമ്പോൾ ആ പാത്രത്തിലെ അതിൻ്റെ സൈസും അതിൻ്റെ പോർഷനും തഖ്ദീറ എന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് കൂടുതലും അല്ല കുറവല്ല, പെർഫെക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും. ആ പെർഫെക്റ്റ് മെഷർമെൻറ്റിലാണ് നമുക്ക് തരുന്നത്, നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആവാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുടിച്ചതിന് ശേഷം അത് കുറച്ചും കൂടി വേണമെന്നുള്ളത് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇത് കുറേ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ കുടിച്ചിട്ടാകുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ട്, അതുമില്ല.
ഖദ്ദറുഅ തഖ്ദീറ. പെർഫെക്റ്റ് മെഷർമെൻറ്റ്സ്, എവ്രിതിങ് ഇൻ ദ പാരഡൈസ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ജന്നാത്തിൽ എല്ലാം പെർഫെക്റ്റാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണിത്. അവരുടെ ഇടയിൽ വെള്ളിയുടെ അല്ലെങ്കിൽ സിൽവറിൻ്റെ പാത്രങ്ങളും കപ്പുകളുമായിട്ട് ചുറ്റി നടക്കപ്പെടും. ആൾക്കാർ ചുറ്റി നടക്കുന്നുണ്ടാവും. അത് ആരെന്നുള്ളത് അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. എന്നിട്ട് അത് ആണെങ്കിൽ ആ സിൽവറിൻ്റെ പാത്രങ്ങളാണെങ്കിൽ ഖവാരീർ, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. സിൽവറിൻ്റെ പാത്രം ഖവാരീറ മിൻ ഫിദ്ദത്തിൻ, ക്രിസ്റ്റൽ ക്ലിയറായ സിൽവർ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ ഖദ്ദറുവ തഖ്ദീറ, അതിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്തിപ്പെടുന്നവരെയും ആ അത്തരം പാത്രങ്ങളിൽ നിന്നും അത്തരം കപ്പുകളിൽ നിന്നും കുടിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ അവിടെ നിലനിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.